എൻ്റെ വന്നത് ഓഫ് കോഴ്സ് മമ്മൂട്ടിയാണ്. ഓക്കെ. മമ്മൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 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 ഇതും കൂടെ വേണ്ടി വരും. പക്ഷേ എനിക്കൊന്ന് ശാലം പറഞ്ഞിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്യൂപ്പൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ലൈക്ക് എങ്ങനെ ചെയ്യുന്നുണ്ട്. മമ്മൂട്ടീൻ്റെ പഴയ പടങ്ങൾ കാണുകയാണെങ്കിൽ നമുക്ക് മമ്മൂട്ടീൻ്റെ ഗ്രോത്ത് ആസ് ആൻ ആക്ടർ കാണാൻ പറ്റും. മമ്മൂട്ടി ഒരു നാഷണൽ ആക്ടർ ആയിരുന്നില്ല, എനിക്കറിയാം, കമൻറ്റുകൾ കുറേ വരും ശരിയല്ല എന്ന്. പക്ഷേ മമ്മൂട്ടി ട്രേഡ് പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഏറ്റവും ബെസ്റ്റ് മമ്മൂട്ടിയുടെ പടങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭ്രമയുഗം, ഇല്ലെങ്കിൽ എന്താ പറയുക കാതൽ, അതും ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് മറ്റേ സൗബിൻ ഷെയർ പറഞ്ഞ പോലെ മോഹൻലാൽ ഒരു നമ്പ്യാർ നായർ മേനോ മാത്രമേ എടുക്കുള്ളൂ, മമ്മൂട്ടി എല്ലാം എടുക്കും. അതൊരു ചീത്ത രീതിയിൽ ഒരു പെജോറിറ്റീവ് രീതിയിലാണ് പറഞ്ഞത്. ഞാൻ തിരിച്ചാണ് കാണുന്നത്, മമ്മൂട്ടിക്ക് ഏത് റോളും എടുക്കാൻ പറ്റും ആൻഡ് ഹി വിൽ സ്റ്റിക്ക് ദ ലാൻഡിങ്. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, നൻപകൽ നേരത്തെ മയക്കെടുത്തിട്ടുണ്ട്, ഒരു 1 hour 45 minutes ഒരു പടമാണ്. അതിൻ്റെ അകത്ത് നമ്മളെ കൊണ്ടുപോകുന്ന ജേണി അത് മറക്കാൻ പറ്റില്ല. അതൊരു വൺസ് ഇൻ എ ജനറേഷൻ എന്താ പറയാ. അതെ, റോഷാക്ക് ആസ് എ പടം എനിക്ക് ക്ലിക്ക് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ മമ്മൂട്ടിൻ്റെ ആക്ടിങ് ഉണ്ടല്ലോ എഗൈൻ മറക്കാൻ പറ്റില്ല നമുക്ക്. അതിപ്പോൾ കണ്ണൂർ സ്ക്വാഡ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ആ പടത്തിന് എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും കണ്ണൂർ സ്ക്വാഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ മമ്മൂട്ടി മാത്രമല്ല ലൈക്ക് അതിൻ്റെ എല്ലാ ടീമിലത്തെ ആൾക്കാരും ലൈക്ക് ആ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈവൻ ക്യാരക്ടറൈസേഷൻ ഓഫ് ആ ടാറ്റ സുമോ ആസ് ദ 5th member അങ്ങനത്തെ രീതിയിലൊക്കെ പോകുന്ന സമയത്ത് പക്ഷെ മമ്മൂട്ടി സ്റ്റിൽ ലൈക്ക് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് മാത്രമേ ഉള്ളൂ. ഈ കളങ്കാവിൽ കണ്ടപ്പം ഈ എനിക്ക് അതിൻ്റെ സെക്കൻഡ് സീൻ ഈ പറയുന്ന കാറിൽ ഇവർ പോയിട്ട് സ്പോയിലറാണ് എന്നാലും അവർ പോയിട്ടുള്ള ഈ ആദ്യത്തെ ആ ഒരു ഇൻസിഡൻറ്റ്, സോ ആ ഒരു സീനുണ്ടല്ലോ, ആ ഒരു അവരെ കൊല്ലുന്നത് അത് ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ അത് സ്ക്രീനിൽ നമ്മളിലേക്ക് അങ്ങോട്ട് ഞാൻ ആ വില്ലനിസം കാണിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ഇത്ര ഭയങ്കര ഇപ്പം വില്ലനിസം കാണിക്കാൻ വേണ്ടി പലപ്പോഴും ലൗഡാകാറാണ് പലപ്പോഴും പതിവ് അല്ലേ. നമ്മളിപ്പോൾ എറിഞ്ഞു പൊട്ടിക്കുക അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുക, ഇടിക്കുക, കുറേ കാര്യങ്ങൾ പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും ഓർക്കുന്നൊക്കെ കരയുന്നത് അല്ലെങ്കിൽ ഇത്ര ലൗഡായിട്ട് പെർഫോം ചെയ്യുന്നത്, പക്ഷേ സൈലന്റ് ആയിട്ട് പറയുന്നത്. അതും ആ ഡയലോഗിലൂടെ അവർ തമ്മിൽ സംസാരിച്ച് ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ബോഡി ലാംഗ്വേജ്, ഡയലോഗ് അവർ തമ്മിലുള്ള ഡയലോഗാണല്ലോ. ആ ഡയലോഗിനകത്തൂടെ ഇതിങ്ങനെ കയറി അതിൻ്റെ ഒരു പീക്കിലെത്തുന്ന ഒരു മൊമെന്റ് നമുക്കും ഫീൽ ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് ആ ടെൻഷൻ വന്നു തുടങ്ങും. ഇത് സംഭവിക്കുമോ അത് സംഭവിക്കുമോ. അപ്പം അവർക്ക് രണ്ടുപേർക്കും, മമ്മൂട്ടിക്ക് ആ സമയത്ത് ആ ക്യാരക്ടറിന് അറിയാം ഇതാണ് ചെയ്യാൻ പോകുന്നതെന്ന്, പുള്ളിക്കാരിക്ക് അത് അപ്പോഴും അറിയത്തില്ല. പുള്ളിക്കാരിനെ പോലെ തന്നെയാണ് നമുക്കും അറിയത്തില്ല ഇത് ശരിയാണോ, അത് കൊല്ലുവോ അതേ കൊല്ലത്തില്ലയോ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് നമുക്കും അറിയത്തില്ല. അപ്പം അങ്ങനെ പതിയെ കയറുന്നതാണ്. അതൊരു സ്ക്രിപ്റ്റിലൊക്കെ അങ്ങനെ ഒരു കാര്യമുണ്ട്, എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളത് അതൊരു അസാധ്യ പരിപാടിയാണ്. മമ്മൂട്ടിയുടെ കേസ് സത്യത്തിൽ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതൊരു അത്രയും ഹെൽത്ത് കണ്ടീഷനിനകത്തും അതൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി തിരിച്ചു വന്നു, ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് തന്നിട്ട് പോകും. ഇങ്ങനെ ഒരു പെർഫോമൻസ് വരുന്നു എന്നൊക്കെ പറയും. പക്ഷേ ഈ വില്ലനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ക്രിസ്റ്റഫർ വാൾസിൻ്റെ അടുത്തിലേക്ക് ആരോ ചോദിച്ചിട്ടുണ്ട്, ഇൻഗ്ലോറിയസ് ബാസ്റ്റേഴ്സിൻ്റെ അടുത്തുള്ള വില്ലൻ ചോദിച്ചിട്ടുണ്ട് ലൈക്ക് വില്ലനീനെ എങ്ങനെയാണ് ലൈക്ക് അപ്രോച്ച് ചെയ്തത്. അപ്പോൾ കുറേയൊക്കെ ലൈക്ക് ഈ മമ്മൂട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നത്, വില്ലനി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡിനറി ലൈഫിലുള്ള ഒരാളാണ് വില്ലനി. ഇല്ലെങ്കിൽ ആ പൊന്മാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് നീഡ് നോട്ട് ബി ബാഡ് വേഴ്സസ് ഗുഡ്. ഒരു മനുഷ്യന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഉണ്ടാവാം. ആ ഷെയ്ഡ്സിൻ്റെ അകത്ത് ഐ എം ഫോളോയിങ് ഓർഡേഴ്സ്, അതുകൊണ്ട് ഞാൻ ഒരു നാസി ആവുന്നു, അതുകൊണ്ട് ഞാൻ ഒരു എന്താ പറയുക ആ ജ്യൂസിനെ റൗണ്ട് ചെയ്ത് കൊല്ലുന്നു. എനിക്ക് തോന്നുന്നു അവിടെ അയാൾക്ക് തോന്നില്ല അയാൾ നെഗറ്റീവാണ് ചെയ്യുന്നത്. അയാളെ സംബന്ധിച്ചോളം അയാൾ നിയമം അയാളുടെ സൈഡിലാണ് നോർമൽ കറക്റ്റ്, ആ കറക്റ്റ് കാര്യമാണ് അയാൾ ചെയ്യുന്നത്. കാരണം അവിടെ അന്ന് നാസി ഗവൺമെന്റ് എന്ത് പറയുന്നു അത് അയാൾ എക്സിക്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ അയാളെ സംബന്ധിച്ചോളം മേ ബി അയാളുടെ കളയിൽ അയാൾ ഹീറോ ആയിരിക്കാം. പക്ഷെ അത് നമ്മൾ മമ്മൂട്ടിയിലും കാണാൻ പറ്റും. പക്ഷേ ആ മെത്തേഡ് ആക്ടിങ് ഉണ്ടല്ലോ, ഒരു പരിധിയിൽ ചിലപ്പം എന്താ പറയുക മോഹൻലാലിൻ്റെ ഈക്വലാണോ മുകളിലാണോ താഴെയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മോഹൻലാൽ വേഴ്സസ് മമ്മൂട്ടി എടുത്ത് നോക്കുന്ന സമയത്ത് മമ്മൂട്ടിയിൽ ഞാൻ കാണുന്ന ഒരു ക്വാളിറ്റി അതാണ്. അങ്ങനെ ഏതൊരു റോളും ടു ദ ടി എക്സിക്യൂട്ട് ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും. മോഹൻലാലിനെ ചെയ്യാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മമ്മൂട്ടിൻ്റെ കാര്യത്തിൽ എടുത്ത് നോക്കുന്ന ഇപ്പോൾ ബ്രഹ്മയുഗത്തിൻ്റെ അകത്ത് തന്നെയൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഓഡിയൻസ് ആസ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അതൊരു ഓർഡിനറി ക്യാരക്ടറായിട്ടായിരിക്കും. പിന്നെ ആ ക്രഷൻഡോ ബിൽഡ് ചെയ്യുക ചെയ്യുന്നത് ലെയർ പലതായിട്ട്, അതെ, ആ റെസിപ്പീസിലേക്ക് എത്തുന്നത് മമ്മൂട്ടിൻ്റെ ആക്ടിങ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അത് എന്താ ഞാൻ പറഞ്ഞ വൺസ് ഇൻ എ ജനറേഷൻ കിട്ടുന്ന സാധനം. അത് ഇപ്പം നമ്മൾ നന്നായിട്ട് മിസ് ചെയ്തിരിക്കുകയാണ്. ലോകയിൽ വരെ മൂത്തോനായിട്ട് ഒരു ഡയലോഗിലാണല്ലോ ആ കൈ വെച്ചിട്ട്. പക്ഷെ അവിടെ ആ ഓഡിയൻസിന്റെ ആ ഇമ്പാക്റ്റും വരുന്നത് പക്ഷെ മൂത്തോന്റെ ഒച്ച വരുന്ന സമയത്തിലേക്ക് ഒരു ഇരമ്പമാണ് നടക്കുന്നത്. ആ ഒരു ആർജവം തന്നെയാണ് ഇപ്പോൾ ലാലേട്ടൻ ബബ്ബയിൽ വരുമ്പോൾ അയ്യോ
യെസ്, ആ ഒരു രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അസാധ്യ കോമ്പിനേഷൻ പിന്നെ ആണ് നീ ദിലീപും വെയിറ്റ് ഈ മാസം വരെയിലേക്ക് ആ ട്രെയിലർ പുറത്തോട്ട് കയറാൻ വേണ്ടി അത്ര എനിക്ക് അറിയില്ല മോഹൻലാൽ ഇൻവോൾവ് ആയിരുന്നു ആ പ്രോജക്ട്. അല്ല, നമുക്ക് ആർക്കും അതിന്റെ അറിയില്ലായിരുന്നു. ട്രെയിലറിന്റെ ഹാഫ് കണ്ടപ്പോൾ ദൈവമേ, ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി, ഭയങ്കരമായിട്ട് ത്രില്ലായിരുന്നു. കാരണം ചിരിച്ചാൽ എന്താണ് ലൈറ്റ് ഹൗസ്, അടിച്ചാൽ പവർ ഹൗസ്, അടിയാൽ ഫുൾ ഹൗസ്, അങ്ങനെ ഒരു പക്ഷെ അവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ ലൈക്ക് നമ്മളൊരു സിനിമയൊക്കെ കാണാൻ പോകുന്നത് റിവ്യൂ ഒഴികെ ലൈക്ക് ഒരു പോസ്റ്ററോ അല്ലെങ്കിൽ ട്രെയിലറോ അല്ലേ. അപ്പോൾ ആ പോസ്റ്ററും ട്രെയിലറിനും പുറകെ ഇരിക്കുന്ന ഒരു എഫേർട്ടും ഉണ്ടല്ലോ, അതും എഗെയിൻ ടു ബി ഇതാണ്. ഇപ്പോൾ ലോകേൻ്റെ അടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ അകത്ത് നിന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ അവർ ട്രെയിലർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അവിടെ സെക്കൻഡ് ഹാഫ് നമുക്ക് ഫ്രഷ് ആയിരുന്നു. തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ പടം കണ്ടൊരു ഇമ്പാക്റ്റും ആയിരിക്കും. അപ്പോൾ ആ എഡിറ്റ് ചെയ്യുന്ന രീതിക്കും കമൻറ്റബിൾ ആണ്. ലൈക്ക് ഒരു ട്രെയിലറാണ് നമ്മൾ ആദ്യം ഒരു ഫുട്ട് ഇൻ ദ ഡോർ ചെയ്യുന്നത്. അല്ല, എഡിറ്ററാണ് ഒരു കഥേനെ പരുവപ്പെടുത്തിയെടുത്ത് കഥയുടെ രൂപത്തിലെടുത്തുന്നത്. അതേപോലെ ട്രെയിലർ കട്ട്സ് നമുക്ക് ഒരു സൂചനകൾ കിട്ടുന്നത്. പോസ്റ്റർ ഈവൻ മോർ സോ. എന്നുവെച്ചാൽ നമ്മളിലേക്ക് ട്രാഫിക്കിലൂടെ അല്ലെങ്കിൽ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന ഒരു പോസ്റ്ററിന്റെ മുകളിലാണ് നമ്മുടെ തലയിൽ ആദ്യം തന്നെ സീഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ പടം ഒന്ന് നോക്കണം, ലൈക്ക് ഒരു പബ്ലിക് അവയർനെസ് പോലെ. പക്ഷെ അത് എത്രത്തോളം ഹുക്കാവുന്നോ അത്രത്തോളം ഉണ്ടാവും നമ്മളുടെ ആ ഒരു ഇതാവുന്നു. ഈ പോസ്റ്റർ ഡിസൈനിങ് ഈ എസ്തെറ്റിക് കുഞ്ഞമ്മ അങ്ങനെയുള്ള ആൾക്കാർ പോസ്റ്റർ ഡിസൈനിങ് മാത്രമായിട്ട് ലോകയാണോ പടക്കളോ ആണോ? ചെയ്തു ബ്രഹ്മയുഗത്തിന്റെ. അല്ല, ഡേസറ ലൈക്ക് എന്താ പറയുക, ഈ വർഷത്തെ നല്ല ലൈക്ക് എന്താ പറയുക, ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള പോസ്റ്റർ ഡിസൈനിങ് ഏത് ഇൻഡസ്ട്രീസ് നോക്കിയിട്ടുണ്ട് ഡേസറയ്ക്ക് ലൈക്ക് ഹാറ്റ്സ് ഓഫ്. പടം എങ്ങനെ അവര് വരപ്പിച്ച് ചെയ്തതാണെന്നാണ് പറയുന്നത്. അതിന് കുറെ സമയം എടുത്ത്. പക്ഷെ അത് AI പോലത്തെ ഒരു സാധനം കൊണ്ട് 2 പ്രോംപ്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം ഒരാളെ കൊണ്ട് വരപ്പിക്കുന്നതിനും നമുക്ക് ലൈക്ക് എഫേർട്ട് ലൈക്ക് മാനിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലോകേൻ്റെ അകത്തിലേക്ക് എനിക്കൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല ഈ 5 മൈ സീസോ ഈസ് അതിൻ്റെ അകത്ത് കുറച്ച് ഇത്തിരി AI വിഷ്വലൈസേഷൻ കൂടുതൽ ഉപയോഗിച്ചു എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കുണ്ടായിരുന്നു. ഈ പടം 4 തവണ കണ്ട ഒരാളാണ് പറയുന്നത്. പക്ഷേ എന്താ ആ AI വിഷ്വലൈസേഷൻ മാറ്റിയിട്ട് നമുക്ക് തനി മലയാളി ആയിട്ടുള്ള കളേഴ്സ്, കഥകളിൻ്റെ കളേഴ്സ് വെച്ചിട്ടുള്ള ഒരു ആനിമേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ ഈവൻ മോർ എപ്പീലബിൾ ഫോർ മീ ആസ് എ പേഴ്സൺ. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഡേസറെ പോലത്തെ കൈ കൊണ്ട് വരച്ചു എന്ന് കേൾക്കുന്ന സമയത്ത് എനിക്ക് പ്രൗഡാണ് ദാറ്റ് ലൈക്ക് ആ പ്രോഡക്റ്റ് വന്നു എന്നുള്ളതിൽ. ഓക്കെ, DSR ആണെങ്കിൽ പ്രണവ് മോഹൻലാലിന്റെ പെർഫോമൻസ് ഒരു തഴക്കം വന്ന ഒരു ആക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കാരണം ആ ഒരു കൺഫ്യൂഷൻസ്, പേടി, ഭയം അതൊക്കെ കാണിക്കുക. ഒരു സീനിൽ ഈ കയ്യിൽ ഇങ്ങനെ കടിക്കുന്ന ഒരു സീനുണ്ട്. അവിടെ ആ ഒരാളില്ല, ജസ്റ്റ് ഒരു സ്പിരിറ്റ് അങ്ങനെ ഇത് വന്ന് കടിക്കുന്ന ഒരു സീനാണ്. പക്ഷേ അവിടെ ആ ആള് റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അത് നമുക്ക് അതൊരാൾ കടിക്കാതെ എങ്ങനെ അത് ഫീൽ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു പോയി. അത്രയും തഴക്കം വന്നൊരു ആക്ടറാണ് ശരിക്കും പുള്ളി. ശരിക്കും പഠിച്ച് ചെയ്യുന്ന ആയിട്ടാണ് ടെക്നിക്ക് പഠിച്ച പോലെ. ടെക്നിക്ക് പുള്ളി അത് പഠിക്കാൻ ഭയങ്കരമായിട്ട് ക്യൂരിയോസിറ്റി. ഇപ്പം പുള്ളിയുടെ കുറിച്ച് പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, പുള്ളി സ്ക്രിപ്റ്റ് മൊത്തം കാണാപ്പാടം പഠിച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ വരുന്നത്. നമ്മളൊരു ഭയങ്കര സ്റ്റുഡിയോസ് ആയിട്ടുള്ള ഒരാൾ, അതൊരു ബെയർ മിനിമമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ഞാൻ ഇത് പറയുന്നതല്ല എങ്കിൽ പോലും അത് ഇൻബിൽട്ട് ആയിട്ട് ചിലപ്പോൾ അതിൽ കാണും, അതിൻ്റെ അംശം കാണും. ഞാനൊരു AD ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, സ്പിരിറ്റിൽ വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ പറഞ്ഞൊരു ഇതായിരുന്നു, സ്പിരിറ്റിൽ ലൈക്ക് അങ്ങനെ വന്ന സമയത്ത് അങ്ങനെ ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനിൽ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നു, സ്റ്റാർട്ട് ചെയ്യല്ലേ, തല പൊക്കുന്നു, പൊങ്ങുമ്പോൾ ഹിസ് ഡ്രങ്ക്. അത്ര സ്വിച്ച് പോലെയാണ് ലാലേട്ടൻ്റെ ആ എഫേർട്ട്ലെസ് ആക്ടിങ് ഉണ്ടല്ലോ. അത് എഗെയിൻ ഈ ഇന്നത്തെ മമ്മൂട്ടിനെ പോലെ എഗെയിൻ വൺസ് ഇൻ എ ജനറേഷൻ നമുക്ക് രണ്ടും കാണാൻ പറ്റിയെന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ പ്രണവ് മോഹൻലാലിന് യെസ് ഓഫ് കോഴ്സ് ടാലന്റ് ചിലപ്പോൾ ജനറ്റിക്കലി കിട്ടിയിട്ടുണ്ട്. അല്ല, പ്രണവ് ഇനിയും സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ അത്. പക്ഷേ ഇപ്പം തുടക്കം വെച്ച് നോക്കുമ്പോഴത്തേനും ഇങ്ങോട്ട് വരുമ്പോഴത്തേനും പുള്ളിയുടെ ഒരു ഗ്രാഫ് ഭയങ്കര മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. നമുക്ക് ഒരു പ്രണവിന്റെ സിനിമ വരുന്നു എന്ന് പറയുന്ന അത് കാണാം എന്നുള്ളൊരു ലെവലിലേക്ക് പുള്ളി എത്തിച്ചു എന്നുള്ളത് ബ്രാൻഡ് ബിൽഡിംഗ് ആണ്. ആ ഒരു ബ്രാൻഡ് ബിൽഡിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്.